ഇവരിപ്പോൾ ശ്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു സമുദായത്തെ മാത്രം ശത്രുപക്ഷത്ത് കണ്ടിട്ട് ബാക്കി എല്ലാവരും, അത് തെറ്റിദ്ധാരണയാണ്. അത് വലിയൊരു ചതിയാണ്, അത് വലിയൊരു ട്രാപ്പാണ്. അത് ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള തോന്നൽ BJP RSS പ്രത്യയശാസ്ത്രം ന്യൂനപക്ഷത്തിൽ ചില ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കും, ഒരു ന്യൂനപക്ഷത്തെ മാറ്റും. അത് അവർക്ക് അധികാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു തന്ത്രം തന്നെയാണ്. ആ ട്രാപ്പിൽ ഏത് ന്യൂനപക്ഷം വീണാലും മണിപ്പൂരിൽ എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്നും മണിപ്പൂരിൽ പ്രശ്നം? ഇതുവരെ എന്തുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുന്നില്ല? എന്ത് കരുതലാണ്, കൺസേൺ ആണ് ഭരണകൂടത്തിന് അവിടുത്തെ മനുഷ്യരോടുള്ളത്? ഇതെന്താ ആരും ചിന്തിക്കാത്തത്? ഒരു ന്യൂനപക്ഷത്തെ ടാർഗറ്റ് ചെയ്യുന്നു, ബാക്കി ഞങ്ങളുണ്ടെന്ന് തോന്നിപ്പിക്കുമ്പം എന്തുകൊണ്ട് മണിപ്പൂരിൽ ഇത് നടക്കണം? അടുത്തത്, ഈ ഹിന്ദു സമുദായത്തിലെ തന്നെ വിവിധ ജാതികളും ഉപജാതികളുമുള്ള എല്ലാ മനുഷ്യരുടെയും കൂടെയാണോ ഈ പ്രത്യയശാസ്ത്രം നിൽക്കുന്നത്? അതിനെന്താണ്, ഹിന്ദു മതത്തിലെ മതേതരവാദികളായ ആളുകളെ എങ്ങനെയാണ് ഈ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് പരിഗണിക്കുക? അവർ സുരക്ഷിതമാണോ ഈ പ്രത്യയശാസ്ത്രത്തിൽ? ഇത് പ്രത്യേക ഒരു മൂല്യത്തിൽ അധിഷ്ഠിതമായ, പ്രത്യേക ആശയധാരയിൽ അധിഷ്ഠിതമായ വളരെ ചെറിയ ഒരു വിഭാഗം ആളുകളെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ഇതിന് ഈ ഹിന്ദു മതത്തിന്റെ ബഹുസ്വരത ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ? ഹിന്ദുമതം എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിലുള്ള ആ മതത്തിന്റെ എന്ത് മൂല്യങ്ങളും എന്ത് ബഹുസ്വരതയുമാണ് ഹിന്ദുത്വയിലുള്ളത്? ഏറ്റവും ബഹുസ്വരമായൊരു മതമാണ് ഹിന്ദുമതം. ഹിന്ദുത്വ ഒരു ഏകശിലാത്മകതയിൽ വിശ്വസിക്കുന്നു. അവിടെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള വൈരുദ്ധ്യമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതിന് ഒരു മതത്തെ പ്രതിനിധാനം ചെയ്യുക എന്ന് പറയാൻ പറ്റുക? ഏകശിലാത്മകമായ ഒന്നിന് എങ്ങനെയാണ് വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുക? ഈ പറയുന്നതെല്ലാം അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണ്. അത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷവും മനസ്സിലാക്കിയ, അയോധ്യയിലെ ജനങ്ങൾ മനസ്സിലാക്കിയതുപോലെ. എനിക്ക് ഏറ്റവും എന്താ പറയുന്നത്, വലിയ സന്തോഷം ഉണ്ടാക്കിയ ഒരു വാചകം എന്ന് പറയുന്നത്, അന്ന് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ജ്യോതി, എനിക്ക് വലിയ സന്തോഷം, ഈ പ്രധാനമന്ത്രി ഇത്രയും ഇങ്ങനെ പറഞ്ഞിട്ടും ഇന്ത്യയിലെ ഹിന്ദുക്കള് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിച്ച ഇലക്ഷനായത്. ഇത്രയും വിഭജിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവർ സമ്മതിച്ചില്ലല്ലോ. അന്ന് മനസ്സ് നിറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അത്. അങ്ങനെ ചിന്തിക്കുന്ന ഈ പറഞ്ഞ ആള് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. അത് മനസ്സിനെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സംഭവമാണ്. സാധാരണ മനുഷ്യരുടെ ഇടയിൽ യഥാർത്ഥ ഹിന്ദു മത വിശ്വാസി, ക്രിസ്ത്യൻ വിശ്വാസി അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന വർഗീയവാദികളല്ല, അവരുടെ സാധാരണ വിശ്വാസമാണ്. ഇപ്പൊ നേരത്തെ ബിജു പറഞ്ഞ പോലെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ശത്രുക്കളായിട്ടാണ് ഒരു സാധാരണ ഹിന്ദുമത വിശ്വാസി കാണുക. ഒരു മുസ്ലിം മതവിശ്വാസി അപ്പുറത്ത് താമസിക്കുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും, അതുപോലെ ക്രിസ്ത്യൻ മതവിശ്വാസി അപ്പുറത്ത് താമസിക്കുന്ന ഹിന്ദു മത മുസ്ലിം വിശ്വാസിയെ ശത്രുക്കളായിട്ടാണോ കാണുന്നത്? അല്ല. ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്നത് RSS BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ്. അത് ഭൂരിപക്ഷത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷത്തിൽ സമുദായത്തിൽപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ വീടുകളിൽ നിന്ന് ആളുകൾ ഗൾഫ് നാടുകളിൽ പോയാൽ ജോലി ചെയ്യുന്നത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത്. അവിടെ വേറെ മതങ്ങളല്ലേ? അവിടെയുള്ള മനുഷ്യർ ഇതേ വിഭജനം കാണിച്ചു തുടങ്ങി എന്ത് ചെയ്യും? ജീവിതം വരുമ്പോ, ജോലി വരുമ്പോ എന്തുകൊണ്ട് അവരിത് പറയാത്തത്? ഈ നാട്ടിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്താൻ വേണ്ടിയല്ലേ ഇത് പറയുന്നത്? യുക്തി ഉപയോഗിച്ച് പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതിലൊന്നും ഇത് അധികാരത്തിന് വേണ്ടി അവരെ നടത്തുന്ന വെറും മാനിപ്പുലേഷൻ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ ജനങ്ങളുടെ ഇടയിൽ വർഗീയത ഉണ്ടാക്കിയെടുക്കുക, അത് യൂപ്പിലെ ജനങ്ങൾ ഇപ്പൊ തിരിച്ചറിഞ്ഞ പോലെ മലയാളികൾ തിരിച്ചറിയണം. എന്തുകൊണ്ടും മലയാളികൾ ഇതിലേക്ക് ഇറങ്ങി അനുഭവിച്ച് എല്ലാ പ്രത്യാഘാതങ്ങളും നേരിട്ട് മലയാളികൾ ഇനി തിരിച്ചറിയാനിരിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, വലിയ സങ്കടം എന്നേ പറയാൻ പറ്റുള്ളൂ. അത് എന്താ പറയുക, നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതേ പ്രത്യാഘാതങ്ങൾ, ഇതേ അവസ്ഥ മറ്റ് പല രാജ്യങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ മതങ്ങളിലും പെട്ട അച്ഛനമ്മമാര്, മക്കള്, കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിയേറ്റം. എല്ലാവരും പോവാണ്, കുട്ടികൾ പോവാണ്.
ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവിടുന്ന് പോകുന്ന ആളുകളെ അവരുടെ മതത്തിന്റെ പേരിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ മതത്തിന്റെ പേരിൽ അവിടുത്തെ മെജോറിറ്റി സമുദായങ്ങൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ എത്ര അച്ഛനും അമ്മയും സമാധാനമായിട്ട് വീട്ടിലിരിക്കും? നമുക്ക് ഇവിടെ ഇത് ചെയ്യാം. തിരിച്ചത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമ്പോഴോ, കിട്ടിയാലോ? എന്തുകൊണ്ട് ഇതിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല? ഒരു ഭരണകൂടം പറയുമ്പോൾ, അവർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി പറയുമ്പോൾ, നമ്മൾ നമ്മുടെ എല്ലാ യുക്തിബോധവും വിട്ട് അവരുടെ പ്രൊപ്പഗൻഡയിൽ വീണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി പറഞ്ഞു കൊടുക്കുന്ന വ്യാജ മെസ്സേജുകളിൽ, വ്യാജ ന്യായീകരണങ്ങളിൽ, യുക്തികളിൽ വീണു പോയിട്ട് നമ്മൾ ഇതൊക്കെ ചിന്തിച്ച് ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് ആരാണ്? സ്വന്തം കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, സ്വന്തം സമൂഹത്തോട് സ്നേഹമുണ്ടെങ്കിൽ, സ്വന്തം ജീവിതത്തോട് സ്നേഹമുണ്ടെങ്കിൽ, സ്വന്തം ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ഇതിൽ വീണ് പോകരുത്. അത്രയും യുക്തിഭദ്രത, യുക്തിബോധം നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ, മനുഷ്യരെന്ന നിലയിൽ കാണിക്കണം. അത് പ്രത്യേകിച്ചും കേരളീയരുടെ വലിയ ഉത്തരവാദിത്തമാണ്.